ഇത്ര പെട്ടെന്ന് മുടി വളർത്തിയെടുത്തു? എന്നോട് എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്നെ അറിയുന്ന മിക്ക എല്ലാവർക്കും അറിയാം, എനിക്ക് ഏകദേശം ഷോൾഡർ ലെന്ത് വരെ ഹെയർ ഉള്ളായിരുന്നു. എൻ്റെ ഹെയർ ആണെങ്കിൽ പെട്ടെന്നൊന്നും വളരത്തില്ലായിരുന്നു. അങ്ങനത്തെ സമയത്താണ് ഞാൻ കുറച്ച് പാക്സും ടോണേഴ്സും ഒക്കെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയത്. അങ്ങനെ എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു ബെസ്റ്റ് ടോണറാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. എന്നും തല കുളിക്കാതെ നിങ്ങളുടെ മുടി വളർത്തിയെടുക്കണം. വലുതായിട്ട് കഷ്ടപ്പെടാനൊന്നും എനിക്ക് വയ്യ, പക്ഷേ എൻ്റെ മുടി നല്ലോണം ഒന്ന് വളരണം, ഹെയർ ഫോൾ ഒന്ന് നല്ലോണം ഒന്ന് റെഡ്യൂസ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരാണ് നിങ്ങൾ. എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ വന്നിട്ട്. മെയിനായിട്ട് ഹോസ്റ്റലേഴ്സിനും വർക്കിങ്ങിന് പോകുന്ന ആൾക്കാർക്കും അവർക്ക് പ്രോപ്പറായിട്ട് ചിലപ്പോൾ ഹെയറിൽ പാക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ല. പ്രോപ്പറായിട്ട് കെയർ പോലും ചെയ്യാൻ നിങ്ങൾക്ക് സമയം കിട്ടിയെന്ന് വരത്തില്ല. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ടോണറാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും, നമ്മുടെ ഹെയർ ഫോളിക്കിൾ സ്ട്രെങ്തൻ ചെയ്യും, നമ്മുടെ ഹെയർ ഡ്രൈനെസ് ഫ്രിസിനെസ് ഒക്കെ പോകാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് സ്പ്രേ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്യണം, അങ്ങനത്തെ നിർബന്ധങ്ങളും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. പിന്നെ എന്നും തല കുളിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും നമ്മുടെ ഹെയർ നമ്മൾ എല്ലാ ദിവസവും വാഷ് ചെയ്യില്ല. ഇത് നമ്മുടെ ഹെയറിലുള്ള നാച്ചുറൽ ഓയിൽസ് പോക്കാനും ബ്രേക്കേജ് ഒക്കെ വരാനും ഒക്കെ ഭയങ്കര റീസൺസ് ആണ് നമ്മൾ എന്നും തല വാഷ് ചെയ്യുന്നത്. നിങ്ങളുടെ ഒരു നോർമൽ ഹെയർ ടൈപ്പ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു വീക്ക്ലി ഒരു 2-3 തവണയൊക്കെ ഹെയർ വാഷ് ചെയ്യാവുന്നതാണ്. അതല്ല നിങ്ങളുടെ ഒരു ഓയിലി ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 3-4 തവണ ഹെയർ വാഷ് ചെയ്യാവുന്നതാണ്. അതല്ല ഡ്രൈ ടൈപ്പ് ആണെങ്കിൽ മാക്സിമം 1-2 തവണ മാത്രമേ നിങ്ങളുടെ ഹെയർ നിങ്ങൾ വാഷ് ചെയ്യാവൂ. അതിൽ കൂടുതൽ വാഷ് ചെയ്യലും നമ്മുടെ ഹെയറിലുള്ള നാച്ചുറൽ ഓയിൽസ് പോയി നമ്മുടെ ഹെയർ ബ്രേക്കേജ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. ഞാൻ ഈ ഈ ബ്രൈഡൽ വർക്കിനൊക്കെ പോയി തുടങ്ങിയതിന് ശേഷം എനിക്ക് പ്രോപ്പറായിട്ട് എൻ്റെ ഹെയർ ശ്രദ്ധിക്കാൻ പോലും സമയം കിട്ടത്തില്ല. കാരണം രാവിലെ 2 മണിക്കൊക്കെ ആയിരിക്കും നമ്മൾ എണ്ണിച്ചു പോകുന്നത്. പിന്നെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എത്തുന്ന ഒരു സമയത്തായിരിക്കും. പിന്നെ നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും. ഇപ്പൊ സ്കിൻ കെയറും ഹെയർ കെയർ പോലും പ്രോപ്പറായിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. പിറ്റേ ദിവസം അടുത്ത വർക്കും നമുക്ക് കാണും. അപ്പൊ നമുക്ക് അതിന്റെ ബ്രഷും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനുള്ള ടൈമിന്റെ ഇടയിൽ ഇതൊന്നും ചെയ്യാൻ തീരെ സമയം കിട്ടത്തില്ല. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ടോണർ വന്നിട്ട് നമുക്ക് ഹെയറിൽ സ്കാൽപ്പിൽ നമുക്ക് അടിച്ചു കൊടുക്കാം, മുടിയിൽ നമുക്ക് അടിച്ചു കൊടുക്കാം. നമുക്ക് ഹെയർ വാഷ് ചെയ്യണമെന്നോ അങ്ങനത്തെ ഒന്നും തന്നെ ഇല്ല. രാത്രി നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുന്നോ അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണ് ഫ്രീ ആയിട്ടിരിക്കുന്നത് ആ ഒരു ടൈമിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പൊ എന്തായാലും ഒട്ടും താമസിപ്പിക്കാതെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ വീഡിയോ എന്തെങ്കിലും ഒരു കമന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇടണം, അറ്റ്ലീസ്റ്റ് ഒരു ഇമോജി എങ്കിലും. അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേറെ ഹെയർ കെയർ പാക്സിനെ പറ്റി അറിയണമെങ്കിൽ അതിനെപ്പറ്റി ചോദിക്കാവുന്നതാണ്. അങ്ങനെ എന്ത് ഡൗട്ട്സ് ആണെങ്കിലും നമ്മുടെ വീഡിയോയിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ കമോൺ. അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന സ്പ്രേ ബോട്ടിലിൻ്റെ ഇരട്ടി വെള്ളം എടുത്തൊരു പാത്രത്തിലേക്ക് ഇടാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് അടുത്തത് വേണ്ടുന്നത് കരിയാപ്പിലാണ്. കുറേ ഒന്നും തന്നെ വേണ്ട, ഈ ഐറ്റംസ് ഒന്നും കുറേ എടുക്കേണ്ട. കാരണം നമ്മളൊരു 3-4 ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് റെഡിയാക്കി വെക്കുന്നത്. നമ്മൾ ഫ്രിഡ്ജിലും സൂക്ഷിച്ച് വെക്കുന്നില്ലല്ലോ. അപ്പോൾ ഒരു കുറച്ച് കരിയാപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഈ എടുക്കുന്ന എല്ലാ ഐറ്റംസും നല്ലോണം വാഷ് ചെയ്തിട്ട് വേണം എടുക്കാൻ. കാരണം ഇതിനകത്ത് എന്തെങ്കിലും ഡേർട്ടോ പൊടിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് നമ്മുടെ സ്കാൽപ്പിൽ പറ്റുമ്പോൾ വീണ്ടും നമുക്ക് പല ഇഷ്യൂസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നീട് നമുക്ക് വേണ്ടുന്നത് ചെമ്പരത്തി പൂവാണ്. അടുക്ക് ചെമ്പരത്തിയോ അല്ലാണ്ട് നോർമൽ ചെമ്പരത്തിയോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ എടുക്കുന്ന സമയത്ത് അതിൽ മുകളിലിരിക്കുന്ന ആ ഒരു മഞ്ഞ കളറ് പൂമ്പൊടി ഇല്ല, അത് എടുക്കല്. കാരണം ചിലവർക്ക് അത് അലർജി ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് ചെമ്പരത്തിപ്പൂവും കൂടെ നമുക്ക് എടുത്ത് അതിൻ്റെ ഇതളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ 2 ഐറ്റംസ് നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ടർ അടിപൊളിയാണ്. ഇത് നമ്മുടെ ഹെയർ പാക്കായിട്ട് തലയിൽ അരച്ച് തേക്കാവുന്നതാണ്. അതല്ല ഇതേ കണക്ക് ടോണേഴ്സായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിങ്ങനെ എപ്പോഴും പാക്കും കാര്യങ്ങളും ഒന്നും ഇടാൻ സമയമില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് ഇതേ കണക്കുള്ള ടോണർ. ഞാൻ വീക്ക്ലി ഇതൊരു ഹെയർ പാക്കായിട്ട് തലയിൽ അരച്ചും തേക്കാറുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഉലുവയാണ്. ഉലുവപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഉലുവയാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഉലുവയാണ് ഒന്നും കൂടി ആഡ് ചെയ്ത് കൊടുക്കാൻ നല്ലത്. ഒരു ടേബിൾ സ്പൂൺ എടുത്തു, പിന്നീട് ഞാൻ കുറച്ച് വീണ്ടും കൂടി എടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് കുതിർത്ത് വെക്കാം. അതിനുശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിക്കാവുന്നതാണ്. തിളപ്പിച്ച് ഏകദേശം അതിൻ്റെ ഒരു കളർ അതിലേക്ക് ഇറങ്ങുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിക്കാം. പിന്നീട് നമുക്ക് വേണ്ടുന്നത് ഇതേ കണക്കൊരു സ്പ്രേ ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇതേ കണക്കൊരു സ്പ്രേ ബോട്ടിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നല്ലോണം ആറിയതിന് ശേഷം വേണം നിങ്ങൾ ഇതേ കണക്കുള്ള ബോട്ടിലോട്ട് എടുക്കാം. നിങ്ങൾക്ക് ഇതുപോലത്തെ ബോട്ടിൽ എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ നോർമൽ സ്പ്രേ ബോട്ടിൽ എടുക്കാം. ഏതോ ഓക്കെ ആണെന്ന് വെച്ചാൽ അത് എടുത്താൽ മതി. അതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും യൂസ് ചെയ്ത സെറത്തിന്റെ ബോട്ടിലുണ്ടെങ്കിൽ അതിനകത്തോട്ട് ഫില്ല് ചെയ്തിട്ട് ഇങ്ങനെ സ്കാൽപ്പിലേക്ക് ആക്കി കൊടുത്താൽ മതി. നമുക്ക് മെയിൻ ആയിട്ട് എന്താ, നമ്മുടെ സ്കാൽപ്പിൽ ഇത് നല്ലോണം എത്തണം, അത്ര മാത്രമേ നമുക്ക് നിർബന്ധമായിട്ടുള്ളൂ. അപ്പോൾ അത് ഇതേ കണക്ക് എടുത്തതിന് ശേഷം നമുക്ക് കുഞ്ഞു സെക്ഷൻ ആയിട്ട് എടുക്കാം. ഇതിന് ഇപ്പം ഇത് അടിച്ചിട്ട് തല വാഷ് ചെയ്തില്ലെന്ന് പറഞ്ഞാൽ ഒരു ഇഷ്യൂസും കാര്യങ്ങളും ഇല്ല. നമുക്ക് നല്ലൊരു അടിപൊളി മണമാണ്. നമുക്കൊരു ഇപ്പൊ എന്താ പറഞ്ഞ ഇതിനകത്ത് ഇട്ടേക്കുന്ന കരിയാപ്പിലൊക്കെ മണം നല്ലോണം എടുത്ത് നിൽക്കുന്നുണ്ട്. നല്ലൊരു സ്മെല്ലാണ്, എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു കേട്ടോ. അപ്പൊ നമുക്കിനി ഇത് ഇങ്ങനെ ചെറിയ സെക്ഷനായിട്ട് നമുക്ക് എടുത്തിട്ട്
നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഒന്ന് കൈ വെച്ച് മസാജ് ചെയ്യുവോ, അല്ലെങ്കിൽ ഞാൻ വേറൊരു മസാജിങ് മെത്തേഡും കൂടെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. വേറൊരു മസാജർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. എനിക്കിത് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ. കാരണം ഈ വർക്കിനൊക്കെ പോയിട്ട് വരുമ്പോൾ നല്ല തലവേദനയും ഉറക്കക്ഷീണമല്ലേ, അപ്പൊ നല്ല തലവേദനയൊക്കെ വരും. ആ ഒരു ടൈമിൽ ഞാൻ വാങ്ങിച്ചൊരു മസാജറാണ് ഇത് വന്നിട്ട്. പക്ഷെ ഇത് ഹെയർ ഗ്രോത്ത് അടിപൊളിയായിട്ട് പ്രൊമോട്ട് ചെയ്യും. ഇനി നിങ്ങൾക്ക് അത്രയും ആ ഒരു റേഞ്ച് മീൻസ് അത്രയും ഒരു വിലയുള്ള മസാജർ വാങ്ങാൻ താല്പര്യമില്ല, എന്നാലും ഒരു മസാജർ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഒരു മസാജറും കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ കുഞ്ഞു കുഞ്ഞു സെക്ഷൻ എടുത്ത് നമുക്കിത് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. മെയിനായിട്ട് നമ്മുടെ ഈ ഒരു പോർഷനിലൊക്കെ തന്നെ നമുക്ക് സ്പ്രേ ചെയ്യാം. ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ എന്തായാലും നമ്മുടെ റൂമിൽ അറ്റ്ലീസ്റ്റ് ഒരു കെറ്റിലെങ്കിലും കാണുമല്ലോ. അപ്പൊ അങ്ങനെ കെറ്റിലിനകത്ത് നിങ്ങൾക്ക് ഇതിട്ടിട്ട് തിളപ്പിച്ച് ഹെയർ വാഷ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് കുറേ ദിവസത്തേക്ക് ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കാൻ നിൽക്കേണ്ട. പിന്നെ ഇത് ഫ്രിഡ്ജിലും സ്റ്റോർ ചെയ്ത് വെക്കാൻ നിൽക്കേണ്ട. ഒരു 3-4 ദിവസത്തേക്ക് ഉണ്ടാക്കി വെക്കാം. പിന്നെ ഇത് ചിലപ്പോൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് അധികം എക്സ്ട്രാ വരുവാണെങ്കിൽ നിങ്ങൾ 3-4 ദിവസം കഴിയുമ്പോഴേക്ക് ഇത് യൂസ് ചെയ്ത് നിങ്ങൾ തല വാഷ് ചെയ്യുന്ന ദിവസം ഇത് മൊത്തം കൂടെ തലയിലൂടെ ഒഴിച്ച് അങ്ങ് വാഷ് ചെയ്ത് കളഞ്ഞാലും മതി കേട്ടോ. മീൻസ് നമ്മുടെ ഹെയറിലെ ഈ ഒരു പോർഷനിലേക്കൊക്കെ ഒഴിച്ച് അങ്ങ് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് ഇതേ കണക്കൊന്ന് ഫുൾ പോർഷനിലേക്ക് നമുക്ക് നല്ലോണം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഓവറായിട്ടൊന്ന് സ്പ്രേ ചെയ്യണമെന്നില്ല, എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ചെറിയ രീതിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമുക്കൊരു കണ്ടിന്യൂസ് കുറച്ചാൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ലൊരു വിസിബിൾ റിസൾട്ട് അറിയാനും ഇവിടെ നല്ലോണം ബേബി ഹെയർസ് ഗ്രോ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് ഗേൾസിന് മാത്രമല്ല ബോയ്സിനും ഒരുപാട് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ എന്തായാലും എൻ്റെ ഹെയർ കംപ്ലീറ്റ് നല്ലോണം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കംപ്ലീറ്റ് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നെങ്കിൽ നിങ്ങൾക്ക്, ഞാൻ ഇത് ബാക്കിലോട്ടൊന്ന് വെക്കട്ടെ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് കൈ യൂസ് ചെയ്ത് നല്ലോണം ഇതേ കണക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ കൈ യൂസ് ചെയ്ത് കുറേ നേരം അങ്ങനെ മസാജ് ചെയ്യാൻ വയ്യെങ്കിൽ വേറൊരാളെ കൊണ്ടെങ്കിൽ നിങ്ങൾക്ക് മസാജ് ചെയ്യിപ്പിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന 2 പ്രോഡക്റ്റും കൂടെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ 2 സ്കാൽപ്പ് മസാജർ വന്നിട്ട് ഇത് വന്നിട്ട് നമുക്ക് ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്നതാണ്. ജസ്റ്റ് ഇങ്ങനെ ഓൺ ആക്കി നമ്മുടെ സ്കാൽപ്പിലേക്ക് വെച്ച് കൊടുത്താൽ മാത്രം മതി. ഇത് തന്നെ ഇരുന്ന് മസാജ് ചെയ്തോളും. ഇത് നമുക്കൊരു 200 റേഞ്ചിൽ വരുന്ന ഒരു മസാജറാണ്. നമുക്ക് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും മീഷോയിലും ഒക്കെ തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഇതേ കണത്തെടുത്ത് നമുക്ക് നല്ലോണം ഇതുപോലെ വെച്ച് നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ചധികം നാളും കൊണ്ട് ഇതായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീടാണ് ഞാൻ ഇത് വാങ്ങാൻ തുടങ്ങിയത്. കാരണം എനിക്ക് ഒന്നും കൂടി ഇങ്ങനെ വെച്ചോണ്ട് ഇങ്ങനെ കുറെ നേരം കൈവച്ച് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കാൻ പറ്റുന്നില്ല. കാരണം നല്ല ടയേർഡൊക്കെ ആയിട്ടായിരിക്കും വീട്ടിൽ വന്ന് കയറുന്നത്. അപ്പം അതിന് പറ്റത്തില്ല. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരാൾ ചെയ്ത് തരണം. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു പവർ ബട്ടൺ ഉണ്ട് കേട്ടോ. ഇത് കൂടാതെ വേറെ കുറച്ച് ഹെയർ മസാജേഴ്സ്, ഈ ഒരു രീതിയിൽ വരുന്ന കുറച്ച് ഹെയർ മസാജേഴ്സ് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഇങ്ങനെ മറ്റേ ആമയൊക്കില്ല, ആമയുടെ കാലോല് ഇതിങ്ങനെ മൂവ് ചെയ്യും. അപ്പൊ നമുക്കിങ്ങനെ സ്കാൽപ്പിലേക്ക് വെച്ച് ഇങ്ങനെ കൊടുക്കാം. എന്ത് സുഖമാണെന്ന് അറിയാമോ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നല്ലോണം അടിപൊളിയായിട്ട് നമ്മുടെ സ്കാൽപ്പ് ഒന്ന് മസാജ് ചെയ്ത് കിട്ടും. നമുക്ക് ഈ ടോണർ യൂസ് ചെയ്യുന്ന ടൈമിൽ മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും സെറം യൂസ് ചെയ്യുന്ന ടൈമിലും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നല്ലോണം ഇങ്ങനെ മസാജ് ചെയ്ത് കിട്ടും. ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നല്ലോണം ഉറക്കം കിട്ടാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇങ്ങനെ മസാജർ യൂസ് ചെയ്യാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഇത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്ത് നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്ത് നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് ഒക്കെ സ്ട്രെങ്തൻ ചെയ്ത് വെക്കാനും നമ്മുടെ ഹെയർ ഫോൾ ഒക്കെ നല്ലോണം റെഡ്യൂസ് ചെയ്യാനും. കാരണം നമ്മുടെ ഹെയറിൽ ഇവിടെ ബ്ലഡ് സർക്കുലേഷൻ വരുന്ന അനുസരിച്ച് നമ്മുടെ ഹെയർ ഗ്രോത്ത് നല്ലോണം പ്രൊമോട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനാണ് കേട്ടോ. അപ്പം നമുക്ക് നല്ലൊരു ഉറക്കം കിട്ടാൻ, നല്ലൊരു സ്ട്രെസ് ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇപ്പം നിങ്ങൾ ഹെക്റ്റിക് ആയിട്ട് നല്ല വർക്കൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഈ ഒരു സ്കാൽപ്പ് മസാജർ വന്നിട്ട്. കണ്ടേ, ഇതുപോലെ ഒന്ന് വെച്ചെടുത്ത് മാത്രം മതി. ഇത് തന്നെ പണിയെടുത്തോളൂ. ഞാൻ ചില ടൈമിൽ ഇത് നമ്മുടെ ഇവിടെ ഇങ്ങനെ ബാക്ക് പെയിൻ മീൻസ് ഞാൻ ഇങ്ങനെ നിന്നാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ ബാക്ക് പെയിൻ വരുന്ന സമയത്തും ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. ഏതാണ് യൂസ് ചെയ്യാൻ, ചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ ആദ്യം ബാറ്ററി എന്നാണ് പറഞ്ഞത്, എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ്. ചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ നമുക്കപ്പം ടോണറൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്നെങ്കിൽ കൈവച്ചോ അല്ലെങ്കിൽ നേരത്തെ കാണിച്ച അത് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു മസാജർ വെച്ചിട്ടോ നമുക്ക് നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. മസാജിങ് മസ്റ്റ് ആണ് കേട്ടോ. എന്ത് അപ്ലൈ ചെയ്താലും മസാജിങ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്ത് ഇത് എല്ലായിടത്തും എത്താനും നല്ലോണം നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ടിനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാൻ ഇങ്ങനെ കംപ്ലീറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. പിന്നെ ഇത് നിങ്ങൾക്ക് ഊരി വാഷ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് വീണ്ടും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ 2 മസാജേഴ്സ് ആണ് ഞാൻ മെയിൻലി യൂസ് ചെയ്യുന്നത്. പിന്നെ അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട്. അപ്പൊ നിങ്ങൾ ഹോസ്റ്റലിലോ കോളേജിലോ ഓഫീസിലൊക്കെ ഭയങ്കര ഹെക്റ്റിക് ആയിട്ട് വർക്കൊക്കെ ചെയ്തിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഹെയർ കെയർ ചെയ്യാൻ സമയമില്ലെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഏമ്പക്കം വന്നെയാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ടോണറാണ് ഇത് വന്നിട്ട്. അപ്പൊ എന്തായാലും ട്രൈ ചെയ്തു. പിന്നെ കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. ബൈ ഡിയേഴ്സ്.